നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആഭ്യന്തര തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലെ പോരുകളും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. സിന്ധു കൃഷ്ണയുടെ അമ്മ വസന്തയ്ക്കെതിരായ ഞെട്ടിക്കുന്ന ആരോപണങ്ങളും അഹാനയ്ക്കും കുടുംബത്തിനും എതിരെ വന്ന പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെയായിരുന്നു കുറച്ചു നാളായി ചർച്ചാ വിഷയമായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു സംഭവമാണ് ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം തൻവി സുധീർ ഘോഷ് പങ്കുവച്ചൊരു വ്ലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കാനഡയിലെ ജീവിതം അവസാനിപ്പിച്ച് തൻവിയും ഭർത്താവും 2 മക്കളും നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. അമ്മൂമ്മയ്ക്ക് ഒപ്പം തിരുവനന്തപുരത്തെ തറവാട് വീട്ടിലായിരുന്നു തൻവിയും കുടുംബവും താമസിച്ചിരുന്നത്. അമ്മൂമ്മയെ സംരക്ഷിക്കുക എന്ന ചുമതല താൻ ഏറ്റെടുക്കുന്നുവെന്ന് തൻവി പറയുകയും ചെയ്തിരുന്നു. തൻവി നാട്ടിലേക്ക് വരും മുൻപ് സിന്ധു കൃഷ്ണയുടെ പിതാവ് മരിക്കുന്നത് വരെ കാര്യങ്ങൾ എല്ലാം നോക്കിയിരുന്നത് സിന്ധു കൃഷ്ണയും മക്കളും ചേർന്ന് തന്നെയാണ്. അച്ഛന്റെ മരണശേഷം അമ്മയുമായി ഒത്തുപോകുവാൻ സിന്ധുവിന് കഴിയാതെ വരികയായിരുന്നു. കുട്ടിക്കാലം മുതൽ നോക്കി വളർത്തിയവർ എന്ന കടമയും അമ്മൂമ്മയോട് തൻവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് സംരക്ഷിക്കുവാനായി നാട്ടിലേക്ക് തൻവി എത്തിയത്. എന്നാൽ അമ്മൂമ്മയോടൊപ്പം തറവാട് വീട്ടിൽ ഇനി താമസിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തൻവി. തന്റെ 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് പല വിധത്തിലുള്ള അസുഖങ്ങൾ തറവാട് വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ മുതൽ വന്നിട്ടുണ്ടെന്നും ഒരു അസുഖവും എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതെ കുഞ്ഞിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്നും തൻവി പുതിയ വ്ലോഗിലൂടെ പറഞ്ഞിരിക്കുകയാണ്. തറവാട് വീട് ഡീപ് ക്ലീൻ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നും അതിനാൽ ഞാനും കുടുംബവും വാടക വീട്ടിലേക്ക് മാറുവാനുള്ള ശ്രമത്തിലാണെന്നും തൻവി പറയുന്നുണ്ട്. എന്നാൽ അമ്മൂമ്മ തങ്ങൾക്കൊപ്പം വരുവാൻ തയ്യാറല്ലെന്നും പിടിവാശിയിലാണെന്നും തൻവി കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. തന്റെ കുഞ്ഞിന്റെ ആരോഗ്യമാണ് തനിക്ക് ഇപ്പോൾ പ്രധാനമെന്നും തൻവി പറയുന്നു. തൻവിയും കുടുംബവും സ്ഥിര താമസത്തിനായി എത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട് വൃത്തിയാക്കുവാൻ വേണ്ടത് ചെയ്യണമെന്ന് സിന്ധുവും അഹാനയും എല്ലാം തന്നെ അമ്മൂമ്മയോട് പറഞ്ഞിരുന്നതായിരുന്നു അത്രേ. അവർ അതിന് അന്ന് തയ്യാറായിരുന്നില്ല. അവർ വൃത്തിയാക്കുവാൻ ശ്രമിച്ചപ്പോൾ അമ്മൂമ്മ തടയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഇരുവരും തമ്മിലുള്ള അമ്മൂമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഷളാക്കുവാൻ കാരണമാകുകയും ചെയ്തിരുന്നുവെന്നും അഹാന കൃഷ്ണ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്ന കാര്യമാണ്. പുതിയ വ്ലോഗ് പുറത്തു വന്ന ശേഷം തൻവിക്ക് വിമർശനവും പരിഹാസവുമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അമ്മൂമ്മ പിടിവാശിക്കാരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ എന്നാണ് തൻവിയോട് ചിലരൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നത്. അമ്മൂമ്മ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ, ചിലവും കൂടി കാണുമല്ലോ. അഹാന പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ തൻവിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇത്രയും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 5-6 മാസമെങ്കിലും അവിടെ താമസിക്കും എന്നുമായിരുന്നു പ്രതീക്ഷിച്ചത്. വാചകം പോലെ എളുപ്പമല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടു ചാടിയ അമ്മൂമ്മ ഇപ്പോൾ പെരുവഴിയിലായില്ലേ. അതല്ല അഹാന ഒരു വീഡിയോയിൽ പറഞ്ഞത്, കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ അവരുടെ മണ്ടയ്ക്ക് കയറുകയായിരുന്നു. നൈസായിട്ട് അമ്മൂമ്മയെ ഒഴിവാക്കിയല്ലേ. അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചല്ലേ. ഇതിന്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരു അവസരം കിട്ടിയ പോലെ ഉണ്ടല്ലോ തൻവി. ഇപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലേ. മുമ്പ് എന്തൊരു കൺസേൺ ആയിരുന്നു. അമ്മൂമ്മയെ നോക്കി മടുത്ത് കാണും അല്ലേ തൻവി എന്നിങ്ങനെ നീളുന്നു കമന്റുകളെല്ലാം. വീട് മാറി താമസിക്കുവാനുള്ള പ്ലാനിലാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നിരുന്നാലും തനിക്ക് അതല്ല വിഷയമെന്നും മകളുടെ ആരോഗ്യമാണ് എന്നും വ്ലോഗിലൂടെ തൻവി പറയുന്നുമുണ്ടായിരുന്നു. 2 മക്കളാണ് തൻവിക്ക് ഉള്ളത്. ഭർത്താവിന്റെ കുടുംബം മാത്രമാണ് തൻവിക്ക് സഹായമായി ഇപ്പോൾ ഒപ്പമുള്ളത്. തൻവിയുടെ അമ്മ പോലും അകൽച്ചയിലാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്തിയ കേസിനെതിരെ അപകീർത്തി കേസ് നൽകുവാൻ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഭാവിയെ കരുതിയും കൂടുതൽ പരസ്യ പ്രചരണങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനാലുമാണ് നിയമ നടപടികളിലേക്ക് പോകാതിരുന്നതെന്ന് ഒരിക്കൽ അഹാന കൃഷ്ണ ഇതിൽ പ്രതികരിച്ച് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയുമായുള്ള ബന്ധം 2025 ഒക്ടോബർ മുതൽ വഷളായതാണ്. അഹാനയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. അമ്മൂമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ അതിരുകടന്ന അധിക്ഷേപങ്ങളും അശ്ലീല വാക്കുകളുമാണ് ഇതിന് കാരണമായതെന്നും ബഹുമാനം എന്നത് പരസ്പരം ഉണ്ടാകേണ്ടതാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമ്മൂമ്മയും ഞങ്ങളും ചിലരും തമ്മിലുള്ള ബന്ധം 2025 ഒക്ടോബർ മുതൽ വഷളായതാണ്. ഇതിന് പൂർണ്ണ ഉത്തരവാദി അവര് തന്നെയാണ്. എന്റെ അമ്മൂമ്മയോട് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു അമ്മൂമ്മയും അവരുടെ കൊച്ചുമകളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. അവർ ഉപയോഗിച്ച വാക്കുകൾ അതിര് കടന്നതായിരുന്നു. അശ്ലീലവും ലൈംഗികവുമായി അധിക്ഷേപിക്കുന്നതും ഒരു അമ്മൂമ്മയിൽ നിന്ന് കേൾക്കുവാൻ അസാധ്യവുമായ കാര്യങ്ങളായിരുന്നു അവ. ആ വൃത്തികേടുകളിലേക്ക് ഇനിയും പോകുവാൻ താല്പര്യമില്ലാത്തതിനാൽ ആ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല എന്നുമായിരുന്നു അഹാന പറഞ്ഞത്.